ദ വേർജർ, റിട്ടൺ ബൈ ഡബ്ല്യു സോമർസെറ്റ് മോഹം. വെർജർ എന്ന വാക്കിൻ്റെ അർത്ഥം പള്ളിയിൽ പുരോഹിതനോട് ചേർന്ന് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. നമ്മുടെ നാട്ടിലെ കപ്പ്യാർ, ആ ഒരു വാക്ക് ഇതിൻ്റെ മീനിങ് ആണ്. ഈ കഥ ആരംഭിക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് നെവിൽ സ്ക്വയർ എന്ന ചർച്ചിലാണ്. ഒരു ക്രിസ്ത്യനിങ് സെറമണിക്ക് ശേഷമുള്ള വൈകുന്നേരം. അവിടെ വെർജറായിട്ട് ജോലി ചെയ്യുന്ന ആളുടെ പേരാണ് ആൽബർട്ട് എഡ്വാർഡ് ഫോർമാൻ. അപ്പോൾ ഒരു ക്രിസ്ത്യനിങ് സെറമണി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തൻ്റെ വെർജർ ഗൗണൊക്കെ ധരിച്ച് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വേറെയും വെർജർ ഗൗൺ ഉണ്ട്. അത് കല്യാണത്തിനൊക്കെ ധരിക്കാൻ വേണ്ടി അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ പഴകിയ വെർജർ ഗൗൺ ഉണ്ട്. അത് കളയാൻ മനസ്സില്ലാഞ്ഞിട്ട് തൻ്റെ ബെഡ്റൂമിലെ ഒരു ഡ്രോയിൽ അദ്ദേഹം അതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ ഗൗണുകളൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരുന്നു. അന്ന് അദ്ദേഹം തൻ്റെ ജോലികളൊക്കെ ചെയ്ത് ആ പള്ളിയിലെ പുതിയ വികാരിയാണ്. ആ വികാരി അച്ഛൻ വരുന്നതിന് വേണ്ടി അദ്ദേഹം കാത്തു നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അദ്ദേഹം അവിടെ പല ജോലികളും ചെയ്യുന്നു. ഒരു പ്രായമായ സ്ത്രീക്ക് വേണ്ടി കൊണ്ടുവന്ന കസേരകളൊക്കെ മാറ്റിയിടുന്നു, വിരിപ്പുകളൊക്കെ മാറ്റിവെക്കുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ ആ വികാരി അച്ഛൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം പുതിയതായിട്ട് ഇടവകയിൽ വന്ന ഒരു പള്ളിയിലച്ഛനാണ്. ഇതിനു മുൻപിരുന്നയാളെ എഡ്വേർഡ് ഫോർമാന് വളരെയധികം ഇഷ്ടമായിരുന്നു. ഈ പുതിയ ആളുമായിട്ട് അദ്ദേഹം അത്ര യോജിപ്പിൽ എത്തിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നടക്കുകയാണ്. നടക്കുന്ന വഴിക്ക് വെർജർ ഫാദറിനോട് പറയുന്നു, അങ്ങ് ഇന്ന് ക്രിസ്ത്യനിങ് സെറമണിക്കിടയ്ക്ക് ആ കുട്ടിയെ, കുഞ്ഞു കുട്ടിയെ എടുത്തപ്പോൾ ആ കുട്ടി പെട്ടെന്ന് കരച്ചിൽ നിർത്തിയല്ലോ, ഞാനത് ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയുന്നു. അച്ഛൻ പറയുന്നു, എനിക്ക് ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ കൈകാര്യം ചെയ്ത് നല്ല പരിചയമുണ്ട്. അപ്പം ആ വാക്കുകളിൽ ഇത്തിരി ഒരു പ്രൈഡ്, ഒരു അഭിമാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, ആ ഫാദറിന് ഉണ്ടായിരുന്നു. അത് വെർജറിന് മനസ്സിലാകുകയും ചെയ്തു. എന്തുകൊണ്ട് വെർജറിന് അദ്ദേഹത്തിൻ്റെ വാക്കുകളോടും പ്രവർത്തികളോടും പൂർണ്ണമായി യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല, എങ്കിലും എല്ലാം പതുക്കെ ശരിയാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അവരിങ്ങനെ നടക്കുമ്പോൾ വികാരി അച്ഛൻ വെർജറിനോട് പറയുന്നു, താങ്കൾ എൻ്റെ മുറിയിലേക്ക് വരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ ഒരു മുറിയിലേക്ക് പോകുമ്പോൾ ആ പള്ളിയിലെ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ അവിടെ വന്നിരിക്കുന്നത് വെർജർ കണ്ടു. എന്നാൽ അവരവിടേക്ക് വന്നത് അദ്ദേഹം കണ്ടില്ലായിരുന്നു. ആ മുറിയുടെ മുൻപിൽ അവരുണ്ടായിരുന്നു. ചർച്ച് വാർഡന്മാർ എന്ന് പറയുന്നത് ആ ഇടവകയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്ന രണ്ടുപേരായിരുന്നു. അങ്ങനെ ആ ഇടവകയിലെ ആ രണ്ട് ചർച്ച് വാർഡന്മാരും ഫാദറും കൂടി ആൽബർട്ട് എഡ്വാർഡ് ഫോർമാനെ ആ മുറിയിലേക്ക് ക്ഷണിച്ചു. അവിടെ വെച്ച് ഫാദർ എഡ്വേർഡ് ഫോർമാനോട് പറയുന്നു, വെർജറോട് പറയുന്നു, താങ്കൾ വളരെ വർഷങ്ങളായിട്ട് 10-16 വർഷമായിട്ട് ഇവിടെ സർവീസ് ചെയ്യുന്നു. താങ്കളുടെ പ്രവൃത്തിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും സംതൃപ്തിയാണ് ഉള്ളത്. അതിനോട് ആ രണ്ട് ചർച്ച് വാർഡന്മാരും അംഗീകാരം നൽകി. അതിനുശേഷം ഫാദർ പറയുന്നു, എന്നാൽ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള, സന്തോഷമില്ലാത്ത ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് അക്ഷരാഭ്യാസമില്ല, എഴുതാനും വായിക്കാനും അറിയില്ല എന്നൊരു സത്യം ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്, അല്ല ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അതിനോട് ആ ചർച്ച് വാർഡന്മാരും അംഗീകരിച്ചു. അങ്ങനെ എഡ്വേർഡ് ഫോർമാന് എഴുത്തും വായനയും അറിയില്ല എന്ന ഒരു കാരണത്താൽ അവർ അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. എന്നാൽ അതിനു മുമ്പ് ആ വികാരി അച്ഛൻ പറയുന്നുണ്ട്, താങ്കൾക്ക് ഞങ്ങൾ കുറച്ച് സമയം തരാം, എഴുതാനും വായിക്കാനും കുറച്ച് സമയം തരാമെന്ന് പറയുന്നു. എന്നാൽ വെർജർ പറയുന്നു, എനിക്കിനി അതിനുള്ള സമയമൊന്നും ഇല്ല, എനിക്ക് വളരെയധികം പ്രായമായി, അപ്പോൾ എനിക്കിനി പഠിക്കാനും താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഈ ജോലിയിൽ നിന്ന് പുറത്തേക്ക് പൊക്കോളാം എന്ന് അദ്ദേഹം തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു. അങ്ങനെ തൻ്റെ വെർജർ കുപ്പായമൊക്കെ അഴിച്ചു വെച്ച് അദ്ദേഹം പള്ളിയുടെ പുറത്തേക്ക് നടന്നു. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം പ്രയാസമുണ്ടായിരുന്നു. കാരണം 10-16 വർഷമായിട്ട് അദ്ദേഹം ചെയ്തിരുന്ന ഒരു ജോലി ഇത് മാത്രമായിരുന്നു. അതുപോലെ ആ ഇടവക എന്ന് പറയുന്നത് വളരെ നല്ല ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ കംഫർട്ട് സോൺ വിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് ഒരു സിഗരറ്റ് വലിക്കണമെന്ന് തോന്നി. അദ്ദേഹം ഒരു സ്ഥിരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരാളോ ഒരു സ്മോക്കറോ ഒന്നും അല്ലായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ഭാര്യ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടെന്നും തനിക്ക് വേണ്ടി ചായയൊക്കെ ഉണ്ടാക്കി കാണുമെന്നും അറിയാം. എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അതിനാൽ തനിക്ക് ഏതെങ്കിലും ഒരു ടുബാക്കോ ഷോപ്പിലേക്ക് പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ ആ സ്ട്രീറ്റ് മുഴുവൻ അദ്ദേഹം തിരഞ്ഞെങ്കിലും അങ്ങനെ ഒരു കട അവിടെ എങ്ങും
ഇല്ലായിരുന്നു. കുറേ ദൂരം അദ്ദേഹം ഇങ്ങനെ മുന്നോട്ടേക്കും പലയിടത്തേക്ക് നടന്നു നോക്കി. അവിടെ എങ്ങും ഒരു ടുബാക്കോ ഷോപ്പില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി, അങ്ങനെ ഇല്ലാത്ത ഒരു കട ആരംഭിച്ചാൽ എന്ത്? കാരണം തൻ്റെ ജോലി കഴിഞ്ഞു, ഇനിയിപ്പോൾ പുതിയൊരു ജോലിയിൽ പ്രവേശിക്കണം. അങ്ങനെയെങ്കിൽ ഒരു ടുബാക്കോ ഷോപ്പ് ആരംഭിച്ചാൽ എന്ത് എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ വീട്ടിലെത്തി ഈ ആശയം പറഞ്ഞപ്പോൾ ഭാര്യ അതിനോട് യോജിച്ചില്ല. എങ്കിലും അദ്ദേഹം തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ തനിക്ക് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി അദ്ദേഹം ടുബാക്കോ ഷോപ്പ് ആരംഭിച്ചു. ടുബാക്കോ ഷോപ്പ് പെട്ടെന്ന് തന്നെ അഭിവൃദ്ധി പ്രാപിച്ചു. പെട്ടെന്ന് ഓരോ സ്ഥലത്ത് അദ്ദേഹം ആ ഷോപ്പ് ആരംഭിച്ചു. കാരണം അദ്ദേഹത്തിന് ആ കാര്യത്തിൽ വളരെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. എവിടെയൊക്കെയാണോ ഇത്തരത്തിലുള്ള കടയില്ലാത്തത് ആ ഭാഗങ്ങളിലെല്ലാം അദ്ദേഹം ബിസിനസ് ആരംഭിച്ചു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് മാറി. 10 വർഷത്തിനുള്ളിൽ 10ഓളം കടകൾ അദ്ദേഹം ആരംഭിച്ചു. തനിക്ക് കിട്ടുന്ന പൈസയെല്ലാം അദ്ദേഹം സ്ഥിരമായി ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചു. എന്നാൽ ബാങ്കിൽ എത്ര രൂപയുണ്ട് എന്നതിനെപ്പറ്റി അദ്ദേഹത്തിന് ഒരു കണക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അദ്ദേഹം പതിവ് പോലെ പൈസയുമായി ബാങ്കിലേക്ക് ചെന്നപ്പോൾ മാനേജർ ചോദിച്ചു അദ്ദേഹത്തിനോട്, താങ്കൾ ഈ പൈസ എന്നും ഇവിടെ നിക്ഷേപിക്കുന്നു, എത്രയാണെന്ന് താങ്കൾക്ക് അറിയാമോ എന്ന്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നു, 30,000 പൗണ്ട്സിന് മുകളിൽ താങ്കൾക്കിവിടെ നിക്ഷേപമുണ്ട്. അപ്പോൾ ഇത്രയും പൈസ ഈ ബാങ്കിൽ നിക്ഷേപിച്ച സ്ഥിതിക്ക് ഇനിയുള്ള എമൗണ്ട് അല്ലെങ്കിൽ ഈ എമൗണ്ട് കുറച്ച് മറ്റ് സേഫ് ആയിട്ടുള്ള ഒരു നിക്ഷേപത്തിലും കൂടി നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം. അതിനുള്ള പേപ്പറുകളൊക്കെ ഞാൻ തരാം, വായിച്ചൊപ്പിട്ടാൽ മതി എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ബാങ്ക് മാനേജറെ അമ്പരപ്പിച്ചുകൊണ്ട് വെർജർ പറയുന്നു, എനിക്ക് വായിക്കാം എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഒപ്പിടാം എന്നേ ഉള്ളൂ, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അമ്പരന്ന് പോയ മാനേജർ ചോദിക്കുന്നു, അതെന്താ അങ്ങനെ? അപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് എഴുത്തും വായനയും അറിയില്ല. ഞെട്ടിപ്പോയ ആ മാനേജർ അദ്ദേഹത്തോട് ചോദിക്കുന്നു, താങ്കൾക്ക് എഴുത്തും വായനയും അറിയാഞ്ഞിട്ടുകൂടി താങ്കൾ ഇത്ര വലിയൊരു ബിസിനസ്മാനായി, ഇത്രത്തോളം പൈസ താങ്കൾ സമ്പാദിച്ചു, അങ്ങനെയെങ്കിൽ താങ്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ എവിടെ എത്തിയേനെ? വളരെ ശാന്തമായിട്ട് വെർജർ പറഞ്ഞു, അങ്ങനെ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ആ സെന്റ് പീറ്റേഴ്സ്, ആ നെവിൽ സ്ക്വയറിലെ വെർജറായി തന്നെ ഇരുന്നേനെ.